Friends, ഇന്ന് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ 3 സ്റ്റെപ്പുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരെ പ്രിപ്പയർ ചെയ്യാനുള്ള തിയറീസും നമ്മൾ ആൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ തിയറീസ് എല്ലാം തന്നെ ഒന്ന് വായിച്ചു നോക്കാം. ശരിക്കും തിയറീസ് ഒന്ന് വായിച്ചു നോക്കാം. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട്, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് ഷെഡ്യൂൾസ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു സ്റ്റെപ്പാണ്, പ്രിപ്പറേഷൻ ഓഫ് ഷെഡ്യൂൾസ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രോബ്ലം വരുന്ന സമയത്ത് ആൾറെഡി നമുക്ക് എന്തുണ്ട്? ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ആണ്. Final account is already prepared. From that final account, we prepare fund flow statement. ആ ഫൈനൽ അക്കൗണ്ടിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റ്. അപ്പൊ ഇവിടെ ഒരു ബാലൻസ് ഷീറ്റിന്റെ ഒരു ബാലൻസ് ഷീറ്റ്, പ്രിപ്പയർഡ് ബാലൻസ് ഷീറ്റിലെ ഇൻഫർമേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ എപ്പോഴും 2 ഇയറിലുള്ള എമൗണ്ട്സ് നമുക്ക് തന്നിട്ടുണ്ടാവും. 2 ഡേറ്റിലുള്ള സ്റ്റേറ്റ്മെന്റ്, 2 ഡേറ്റിലുള്ള ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നാ പറഞ്ഞത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് മൂവ്മെന്റ് ഓഫ് ഫണ്ട് ബിറ്റ്വീൻ 2 days. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഷോസ് മൂവ്മെന്റ് ഓഫ് ഫണ്ട് മൂവ് ചെയ്തിട്ടുള്ളത് ബിറ്റ്വീൻ 2 days. ഇപ്പോൾ ഈ 2018 and 2019 എന്നുള്ള 2 ഇയറിലെ ഫണ്ട് എങ്ങനെ മൂവ് ചെയ്തു എന്നുള്ളത് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പോ തീർച്ചയായും അവിടെ എന്തുണ്ടാവും? 2 ഇയറിലുള്ള എമൗണ്ട് ഉണ്ടാവും. ഇപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് 2018 എമൗണ്ട്സും 2019 എമൗണ്ട്സും. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഫണ്ടിന്റെ ഫ്ലോ എന്നുള്ളത് നോക്കും. ഫണ്ട് എവിടെയെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്, എവിടെ നിന്നെല്ലാം നമുക്ക് ഫണ്ട് വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഫണ്ട് സോഴ്സസ് ഓഫ് ഫണ്ട്. എവിടെ നിന്നെല്ലാം ഈ ബിസിനസ്സിലേക്ക്, കമ്പനിയിലേക്ക് ഫണ്ട് വന്നിട്ടുള്ളത്, ദാറ്റ് ഈസ് സോഴ്സസ് ഓഫ് ഫണ്ട്. എവിടെയെല്ലാം ഫണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന് നമ്മൾ എങ്ങനെയാണ് ഫണ്ട് നീക്കി വെച്ചിട്ടുള്ളത്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന് കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ എമൗണ്ട് ഉണ്ടോ, അതെല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഡീൽസ് വിത്ത് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ ഷെഡ്യൂൾസ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഡീൽസ് ഓൺലി വിത്ത് കറന്റ് അസറ്റ് ആൻഡ് കറന്റ് ലയബിലിറ്റി. അപ്പൊ ഷെഡ്യൂൾസ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ ഒന്നാമത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് എടുത്തിട്ടുള്ളത്, വിത്തൗട്ട് എനി അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ഫൈനൽ അക്കൗണ്ടിലുള്ളത് പോലെ തന്നെ ഈ പ്രോബ്ലത്തിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വരാം. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് വരുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെന്റിലെ പ്രോബ്ലം ഒക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം ഷെഡ്യൂൾസ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാത്രം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഷെഡ്യൂൾസ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഷെഡ്യൂൾസ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കുറച്ച് പോയിന്റ്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? ആൻ ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ്, ഇൻക്രീസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പൊ വർക്കിംഗ് ക്യാപിറ്റലിലുള്ള മൂവ്മെന്റ്സ് മാത്രമാണ് ഷെഡ്യൂൾസ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കാണിക്കുന്നത്. അപ്പൊ ഈ ഷെഡ്യൂൾസ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ ഈ ഒരു തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ ഏതെല്ലാമാണ് വരിക? ക്യാഷ് വരും അല്ലെ? ക്യാഷ് ഒരു കറന്റ് അസറ്റ് ആണ്. ബിൽ റിസീവബിൾ വരും, ബിക്കോസ് ബിൽ റിസീവബിൾ ആൾസോ എ കറന്റ് അസറ്റ്. സ്റ്റോക്ക് വരും, കറന്റ് അസറ്റ് ആണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് വരില്ല, ലാൻഡ് വരില്ല. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റും ലാൻഡ് എല്ലാം എവിടെയാ വരിക? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലാണ് വരിക. അതുപോലെ ബിൽസ് പേബിൾ വരും. ബിൽസ് പേബിൾ എന്താണ്? കറന്റ് ലാബിലിറ്റി ആണ്. അതുപോലെ ക്യാപിറ്റൽ വരില്ല. ക്യാപിറ്റൽ എവിടെയാണ് വരിക? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലാണ് വരിക. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം ക്യാപിറ്റൽ എങ്ങനെയാണ് വരുന്നത്. അതുപോലെ റീറ്റെയിൻഡ് ഏർണിംഗ്സ് പറയുന്നത് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നതാണ്. അത് നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമില്ല. കാരണം നമ്മളിപ്പോ ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ത് മാത്രമാണ്? ഷെഡ്യൂൾസ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അവിടെ എന്ത് മാത്രമേ വരുള്ളൂ? ഓൺലി കറന്റ് അസറ്റ് ആൻഡ് കറന്റ് ലയബിലിറ്റി. ആൻഡ് വി
by preparing that schedules of changes in working capital, we can understand that whether there is a increase in working capital or decrease in working capital. ഈ ഒരു വർഷം വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഉണ്ടായിട്ടുള്ളത് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു പോയിന്റ് പ്രധാനമായിട്ട് അതിൽ ഓർത്തു വെക്കുക. only current asset and current liability are involved in schedules of changes in working capital. schedules of changes in working capital current assetഉം current liability മാത്രമേ വരുള്ളൂ. ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള കറന്റ് അസറ്റും കറന്റ് ലാബിലിറ്റിയും ഒരു ആൾറെഡി പ്രിപ്പയർഡ് ബാലൻസ് ഷീറ്റ് 2 ഇയറിലുള്ള ഇൻഫർമേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഷെഡ്യൂൾസ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഫോർമാറ്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഫോർമാറ്റ് നിങ്ങൾക്ക് ആദ്യം ഞാൻ നോട്ട് തന്നിട്ടുണ്ട്. ആ ഫോർമാറ്റ് ഒന്ന് നോക്കാം. ആ ഫോർമാറ്റിൽ ഫസ്റ്റത്തെ കോളം പെർട്ടിക്കുലേഴ്സ് ആണ്. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് 2 എമൗണ്ട് കോളം, 4 എമൗണ്ട് കോളം വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ എമൗണ്ട് കോളം എന്ന് പറഞ്ഞാൽ 2018 ഇൻഫർമേഷൻ. ഇത് കറന്റ് ഇയറും പ്രീവിയസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊരു പ്രശ്നമില്ല. പക്ഷെ നമുക്ക് ഒന്ന് തന്നെ ശീലമാവണം. ഇത് കറന്റ് പ്രീവിയസ് ഇയർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് കറന്റ് ഇയർ. പ്രീവിയസ് ഇയർ അതായത് 2018 പ്രീവിയസ് ഇയർ ആണ്, 2019 നമ്മുടെ കറന്റ് ഇയർ ആണ്. അപ്പൊ അങ്ങനെ എടുത്തു. പിന്നെ അടുത്ത കോളം വരുന്നത് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ഉണ്ടാവാം, ഡിക്രീസ് ഉണ്ടാവും. ഇനി എപ്പോഴേക്കാണ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എന്നുള്ളത് നമ്മൾ ആ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട്. പോയിന്റ്സ് വാണ്ട് ടു ബി നോട്ടഡ് വൈൽ പ്രിപ്പയറിംഗ് ഷെഡ്യൂൾസ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ പോയിന്റ്സ് ഒന്ന് നോക്കുക. അപ്പോൾ അത് പോയിന്റ്സ് കാണാതെ പഠിക്കുന്നതിലും നല്ലത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കി ചെയ്യുന്നതാണ്. അതാണ് ആ പോയിന്റ്സ് ഞാൻ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് എഴുതുക കറന്റ് അസറ്റ്. കറന്റ് അസറ്റ് അല്ലെ, കറന്റ് അസറ്റ് ആദ്യം എഴുതേണ്ടത്. കറന്റ് അസറ്റിൽ ഏതൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് ക്യാഷ് വരുന്നുണ്ട്. ക്യാഷ് 2018 എമൗണ്ട് എഴുതുക. എത്രയാണ് വരുന്നത്? 35,000. 2019 എമൗണ്ട് എഴുതുക. എത്രയാണ് വരുന്നത്? 75,000. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് ഇവിടെ ഇൻക്രീസ് ഇൻ ക്യാഷ് ആണ്. ക്യാഷ് 2019 എന്ത് ചെയ്തിരിക്കുകയാണ്? ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ക്യാഷ് എത്ര ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്? ക്യാഷ് എത്രയായിരുന്നു? 35,000 ആയിരുന്നു. ഇപ്പൊ 75,000 ആയി. അപ്പൊ ഇൻക്രീസ് ഇൻ ക്യാഷ് ആണ്. ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ് മീൻസ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. കറന്റ് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ക്യാഷ് ഒരു കറന്റ് അസറ്റ് ആണ്. അപ്പൊ കറന്റ് അസറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് അല്ലെ. 35,000 ആയിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം 75,000 എന്ന് പറഞ്ഞ ഇൻക്രീസ് ഉണ്ടായി. ഇപ്പൊ ഇൻക്രീസിന്റെ കോളത്തിൽ നമ്മൾ എഴുതണം എത്രയാണ് ഇൻക്രീസ് ചെയ്തത്? 40,000 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇൻക്രീസിന്റെ കോളത്തിൽ നമ്മൾ എഴുതി 40,000 ഡിക്രീസ് ചെയ്തു. 40,000 ഇൻക്രീസ് ചെയ്തു. ഇനി അടുത്തത് എഴുതാം ബിൽ റിസീവബിൾ. ബിൽ റിസീവബിൾ എഴുതിയ എമൗണ്ട് 98,000 ആയിരുന്നു. 2018 90,000 ആണ് 2019 ഉള്ളത്. അപ്പൊ അവിടെ കണ്ടാൽ തന്നെ അറിയാം ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഡിക്രീസ് ഇൻ അസറ്റ് ആണ്. ഡിക്രീസ് ഇൻ അസറ്റ് മീൻസ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എത്രക്ക് കുറഞ്ഞിട്ടുണ്ട്? 8,000 കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡിക്രീസിന്റെ കോണത്തിൽ എഴുതി. എന്തുകൊണ്ടാണ് ഡിക്രീസിന്റെ കോണത്തിൽ എഴുതി? ഡിക്രീസ് ചെയ്തിരിക്കുകയാണ്. 2019 ആയപ്പോഴേക്കും നമ്മുടെ ബിൽ റിസീവബിൾ ഡിക്രീസ് ചെയ്തു. ഇപ്പൊ ഡിക്രീസിന്റെ കോണത്തിൽ എഴുതി. ഇനി സ്റ്റോക്ക് എഴുതുക. സ്റ്റോക്ക് അടുത്ത കറന്റ് അസറ്റ് നമുക്ക് എഴുതാൻ ഇവിടെ ആകെ 3 കറന്റ് അസറ്റ് ഉള്ളൂ. അപ്പൊ സ്റ്റോക്ക് എഴുതി. സ്റ്റോക്ക് എത്രയായിരുന്നു? 87,000 2018. 2019 1,20,000 അല്ലെ. അതും എന്താണ്? ഇൻക്രീസ് ആണ്. വ്യക്തമായിട്ട് നമുക്കറിയാം ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. എത്ര ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്? 33,000 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടോട്ടൽ കറന്റ് അസറ്റ് എന്നിട്ട് നമ്മൾ ടോട്ടൽ കറന്റ് അസറ്റ് ഇങ്ങനെ ലെറ്റർ എ എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ ചെയ്യാം. അതെങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് പോയിന്റ്സ് മാത്രം എഴുതി നോക്കിയാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ ഒരു കാര്യം മാത്രം എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ടോട്ടൽ കറന്റ് അസറ്റ് നമ്മളിവിടെ എഴുതി. ഈ വർഷത്തെ 2018 കറന്റ് അസറ്റും 2019 എന്നിട്ട് എ എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്ന കറന്റ് ലാബിലിറ്റീസ് ആണ്. കറന്റ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ആകെ ബിൽസ് പേബിൾ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ബിൽസ് പേബിൾ എന്ത് തന്നെയാണ്?
ടോട്ടൽ കറണ്ട് ലാബിലിറ്റീസ് തന്നെയാണ്. ടോട്ടൽ കറണ്ട് ലാബിലിറ്റീസ് വേറെ ഇല്ല, വേറെ ലാബിലിറ്റീസ് ഒന്നും ഇല്ല, കറണ്ട് ലാബിലിറ്റീസ് ഇല്ല. അതുകൊണ്ട് ബി എന്ന് പറയുന്നത്, ബി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ടോട്ടൽ കറണ്ട് ലാബിലിറ്റീസ് ആണ്. നമ്മളുടെ ഈ ഒരു പ്രോബ്ലത്തിൽ ഒരൊറ്റ കറണ്ട് ലാബിലിറ്റി ആയതുകൊണ്ട് അത് തന്നെയാണ് ടോട്ടൽ എന്ന് പറയുന്നത്. അവിടെ 70,000 ആൻഡ് 1 lakh അല്ലെ. ഇതിലെന്താ സംഭവിച്ചിരിക്കുന്നത്, കറണ്ട് ലാബിലിറ്റി ആവുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. കറണ്ട് ലാബിലിറ്റിയിൽ ഇൻക്രീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണോ? അല്ല, വർക്കിംഗ് ക്യാപിറ്റൽ അതെന്താണ്, ഡിക്രീസ് ആണ്. അപ്പൊ ജസ്റ്റ് ഓപ്പോസിറ്റ്, കറണ്ട് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും എന്ത് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കറണ്ട് ലാബിലിറ്റി ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ കറണ്ട് ലാബിലിറ്റി നേരെ ഓപ്പോസിറ്റ് ഡിക്രീസ് ചെയ്യാണ് ചെയ്തെന്ന് വിചാരിക്കാം. ഇവിടെയാണ് 1 lakh, ഇവിടെ 70,000 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ബിൽസ് പേബിൾ എന്നുള്ള കറണ്ട് ലാബിലിറ്റി ഡിക്രീസ് ചെയ്തു. കറണ്ട് ലാബിലിറ്റി ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൽ എവിടെ എഴുതണം, ഇൻക്രീസ് കോളത്തിലാണ് എഴുതേണ്ടത്, ഇൻക്രീസിൽ എഴുതേണ്ടത്. ഇവിടെ കറണ്ട് ലാബിലിറ്റി എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇൻക്രീസ് ആണ് അല്ലെ. കഴിഞ്ഞ വർഷം 70,000 ആയിരുന്നു, ഈ വർഷം എത്രയാണ്, 1 lakh. അതിന്റെ അർത്ഥം എന്താണ്, ഇൻക്രീസ് ചെയ്തു. അപ്പൊ എവിടെ എഴുതണം, വർക്കിംഗ് ക്യാപിറ്റലിന്റെ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഡിക്രീസ് കോളത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. 30,000 ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. ഇനി അത് ടോട്ടൽ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഈ ഒരു സൈഡ് അവിടെ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിന്റെ സൈഡ് അവിടെ നിൽക്കട്ടെ. ഇനി ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ എഴുതുക. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എ മൈനസ് ബി, അതായത് കറണ്ട് അസറ്റ്, ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് ടോട്ടൽ കറണ്ട് ലാബിലിറ്റി ആണ് എന്ത്, വർക്കിംഗ് ക്യാപിറ്റൽ നമുക്കറിയാം. അപ്പൊ ആ വർക്കിംഗ് ക്യാപിറ്റൽ എടുത്ത് എഴുതുക. അതായത് 2,20,000 മൈനസ് 70,000 എന്താണ്, 1,50,000. ഏത് ഇയറിലാണ്, 2018. അതുപോലെ 2019 എത്രയാണ് വർക്കിംഗ് ക്യാപിറ്റൽ നോക്കൂ, 2,85,000 മൈനസ് 1 lakh. ദാറ്റ് മീൻസ് 1,85,000 ആണ് ആ ഒരു വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 2 എമൗണ്ട് കിട്ടി. ഈ ഒരു 2 എമൗണ്ട് മാത്രം എടുത്തു നോക്കൂ. ഈ ഒരു 2 എമൗണ്ടിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഉണ്ടായിട്ടുള്ളത്, ഇൻക്രീസ് ആണ് അല്ലെ. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തിരിക്കുക ചെയ്യുന്നത്. 2018 1,50,000 നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നുള്ളൂ. 2019 എത്രയുണ്ട്, 1,85,000 ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്തത് എഴുതുക, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എത്രയാണ് ഇൻക്രീസ്, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എത്രക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, 35,000 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 35,000 ഇൻക്രീസ് ചെയ്തു അല്ലെ, 35,000 ഇൻക്രീസ് ചെയ്തു. ഇനി ഈ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഡിക്രീസ് കോളത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഏത് കോളത്തിലാണ് എഴുതുക, ഡിക്രീസിന്റെ കോളത്തിലാണ് എഴുതേണ്ടത്. ഡിക്രീസിന്റെ കോളത്തിൽ എത്ര എഴുതു, 35,000. ശ്രദ്ധിക്കുക, ഇവിടെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഏത് കോളത്തിലാണ് എഴുതേണ്ടത്, ഡിക്രീസിന്റെ കോളത്തിലാണ് എഴുതേണ്ടത്. ഇനി എല്ലാ കോളൊന്നും ടോട്ടൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഇതെല്ലാം ഒന്ന് ടോട്ടൽ ചെയ്യാം. 1,50,000 35,000. ഇവിടെ എങ്ങനെ 73,000 കിട്ടിയത്, ഇൻക്രീസ് കോളം നമ്മൾ ആഡ് ചെയ്തു അല്ലെ. 40,000 പ്ലസ് 33,000 73,000. ഇവിടെ നമ്മൾ ഡിക്രീസ് കോളം ആഡ് ചെയ്തു 73,000. ദെൻ 1,85,000 ആണ് 2019. ഇവിടെ നമ്മൾ 1 lakh കാരണം ഇൻക്രീസ് ഉണ്ടായപ്പോൾ നമ്മൾ എവിടെ എഴുതേണ്ടത്, 2018 കോളത്തിൽ എഴുതേണ്ടത്. നേരെ കുറച്ച് ഡിക്രീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ കോളത്തിലാണ് ഡിക്രീസ് എന്നുണ്ടെങ്കിൽ ഈ കോളത്തിൽ എഴുതി കൊടുക്കും. അപ്പോൾ എന്താവും, 2 സൈഡും ടാലിയാവും. എല്ലാ കോളം, ഈ 2 കോളം ഒരേ എമൗണ്ടും ഈ 2 കോളം ഒരേ എമൗണ്ടും വരണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ 2 സൈഡും ടാലി, ഈ 2 സൈഡും ഒരേ എമൗണ്ട്. അങ്ങനെ എങ്ങനെ എമൗണ്ട് ഒരേന്ന് കിട്ടുന്നത്, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഡിക്രീസ് കോളത്തിലാണ് എഴുതുന്നത്. അതുപോലെ 2018 കുറവുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു കോളത്തിലാണ് നമ്മൾ ആ ഒരു ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എഴുതേണ്ടത്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയറിലായിരിക്കും, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആകുമ്പോൾ കറന്റ് ഇയറിലായിരിക്കും. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് കിട്ടുന്ന എമൗണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലം ശരിയാണ്. ഷെഡ്യൂൾസ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ചെയ്തത് വളരെ കറക്റ്റ് ആയിട്ടാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുക. ഓക്കെ.